രാവിലെ ഞാനിങ്ങനെ ഓട്സിൻ്റെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ പട്ടിയുടെ കാര്യം ഇങ്ങനെ ഓർത്തത്. അയ്യോ, എൻ്റെ പുറകെ പട്ടി വന്ന കാര്യമൊക്കെ ഞാനിങ്ങനെ ഓർത്തു. അപ്പോൾ ഞാൻ നിങ്ങളോട് വിചാരിച്ചു, നിങ്ങളോടെന്നാൽ ഇത് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു കട വരെ പോയേ. അപ്പോഴത്തേക്കിന് നമ്മുടെ വഴി അറിയാമല്ലോ, അപ്പടി പട്ടിശല്യമല്ലേ. അപ്പോഴത്തേന് 2 പട്ടികൾ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞൊരു 3 കൂടെ വരികയാണ്, മൊത്തം 5 അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, അതിനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഒറ്റ ഒരു പാച്ചിലങ്ങ് പോഞ്ഞേ. അപ്പോൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുന്നറിയാമോ, എൻ്റെ പുറകെ ഈ 5 എല്ലാം കൂടെ എൻ്റെ പുറകെ ഇങ്ങ് വന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങ് പേടിച്ചു പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പെട്ടെന്ന് അവിടെ സ്റ്റക്കായിട്ട് ഞാൻ നിന്ന് പോയി. ഇപ്പോൾ ഓടാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ നിന്ന് പോയപ്പോഴത്തേനും ഈ പട്ടികളെല്ലാം കൂടെ നോക്കുമ്പോൾ കൂട്ടം കൂടി അവിടെ നിൽക്കുന്നു ഞാൻ നിന്നപ്പോഴത്തേക്കിനും. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഞാൻ പതുക്കെ ഇങ്ങനെ പതുക്കെ ഏറുകണ്ണിട്ടൊക്കെ നോക്കി ഞാൻ പതുക്കെ ഇങ്ങനെ ഞാൻ നടന്നു പോയേ. ഞാൻ പതുക്കെ നടന്നു പോയപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ഈ 5 പട്ടി എല്ലാം കൂടെ നല്ല വരിവരിയായിട്ട് ഇങ്ങനെ ശാന്തമായിട്ട് നടന്നു പോകുന്നു. അപ്പോൾ എനിക്കതിൽ നിന്നൊരു കാര്യം മനസ്സിലായത്, നമ്മൾ ആരെയും പ്രകോപിതരാക്കാതിരിക്കുക. നമ്മൾ പ്രകോപിതരാകുമ്പോഴാണ് മറ്റുള്ളവർ പ്രകോപിതരാകുന്നത്. നമ്മൾ ശാന്തമായാൽ മറ്റുള്ളവരും ശാന്തമാകുമെന്നുള്ള പാഠം എനിക്ക് അന്ന് മനസ്സിലായി.